Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Prayer പറഞ്ഞോ. Dear God, thank you for this beautiful day. Thank you for giving me the chance to see this day. Thank you for loving me dissipate my sins. Forgive me for all my sins, even the ones committed unknowingly. As I start this day, I pray for your guidance and your protection. Direct my path and teach me the right thing to do. Thank you, Lord. Signing. I would like warm welcome to respected Abarna ma'am and also welcome my dear friends who are present today class. Thank you all. Okay. Thought of the day ഉണ്ടോ? Okay. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Man and Supervision and environment. Unit 10 Man and Man and start ചെയ്തു. environment. സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്തു മാം. സ്റ്റാർട്ട് ചെയ്ത് ഇനി അടുത്ത ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്. റിന്യൂവൽ ആൻഡ് നോൺ റിന്യൂവൽ റിസോഴ്സ് ഒക്കെ പറഞ്ഞോ? അത് പറഞ്ഞെന്നാണ് തോന്നുന്നത്. റിന്യൂവബിൾ കുറച്ച് തുടങ്ങിയായിരുന്നു, എന്നിട്ടാണ് ആക്ടിവിറ്റി തന്നത്. ആ നമ്മള് തുടങ്ങിയിട്ടില്ലല്ലോ. ഒരു ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ചെയ്യാൻ മാത്രം പറഞ്ഞത്. എൻവയോൺമെന്റ് റിലേറ്റിംഗ് ടു എ ചാർട്ട് ചെയ്തു എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ ചാർട്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന യൂണിറ്റ് 10 ആണ്, മാൻ ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. 1 മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യാം. മിനിറ്റ് PDF ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. പേജ് നമ്പർ 180. ഓക്കെ, PDF ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് ബാക്ക് ചെയ്ത് കോളിന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ.
സോറി ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് എടുക്കാൻ പോകുന്ന യൂണിറ്റിന്റെ പേര് ഏതായിരുന്നു? പ്ലാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നാണ്. മനുഷ്യന് നമ്മുടെ പ്രകൃതി അല്ലെ. നമ്മള് ഈ പ്രകൃതിയിൽ ഒരുപാട് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ബീങ്സ് ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മുടെ നേച്ചറിന് എന്ത് സപ്പോർട്ടാ കൊടുക്കുന്നത്? സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എടുക്കുന്നു, തിരിച്ച് നമ്മൾ റിട്ടേൺ ആയിട്ട് എന്താ കൊടുക്കുന്നത്? നേച്ചറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ദോഷം മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത് അല്ലെ. അപ്പോ ശരിക്കും പറഞ്ഞ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വരദാനാണ്. കാരണം നമുക്ക് ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റുന്നു, നമ്മളെ നാച്ചുറലുള്ള ഫ്രൂട്ട്സും ഫലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ എർത്ത് നമുക്ക് തരുമ്പോൾ നമ്മൾ റിട്ടേൺ ആയിട്ട് എർത്തിനെ പ്രൊട്ടക്റ്റ് ആണ് ചെയ്യേണ്ടത്. ആ ഒരു അവബോധം നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് കുട്ടികളുടെ മൈൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇന്നത്തെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മള് വേൾഡ് എൻവയോൺമെന്റ് ഡേനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളും കുട്ടികളിൽ പറഞ്ഞു കൊടുക്കുക. അതിനൊക്കെ വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തണം. നമുക്ക് എന്താണ് റിസോഴ്സ് നോക്കാം കേട്ടോ. A resource has been defined as any means of attaining given ends or a source of supply or support generally held in reserve. നമ്മള് അറ്റൈനിങ് ഗിവൺ എൻഡ്സ്, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നൽകുന്നതിന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചിട്ടാണ്. നാച്ചുറൽ റിസോഴ്സ് ഇൻക്ലൂഡ് the total natural environment that in entire surface layer of the earth. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിലെ സർഫസ് ലെയറിലുള്ള എല്ലാ റിസോഴ്സിനെയും മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. 186 കേട്ടോ. So the natural resource are the components of atmosphere, hydrosphere, lithosphere. എന്തെല്ലാം നമ്മൾ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ ഈ കമ്പോണൻസിലൊക്കെ ഉള്ള റിസോഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ affluence and availability, natural resources are divided into 2 sections. നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സിനെ 2 സെഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. They are renewable and non renewable resource. നമുക്കറിയാം റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന റിസോഴ്സിനെയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്ലെനിഷ്ഡ് ആണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർന്നു പോകും, പക്ഷെ കംപ്ലീറ്റ് ആയി പോകും. അപ്പൊ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനറേറ്റ് ചെയ്യുന്നത്. വീണ്ടും ജനറേറ്റ് ചെയ്യാത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് വാട്ടർ, സൺലൈറ്റ്. റിന്യൂവബിൾ റിസോഴ്സ് അല്ലേ വാട്ടർ, സൺലൈറ്റ്? എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നില്ലേ? റിന്യൂവബിൾ റിസോഴ്സ് കേൾക്കുന്നുണ്ടോ നിങ്ങള്? വോയിസ് കേൾക്കുന്നുണ്ടോ? റിന്യൂവബിൾ റിസോഴ്സ് നമുക്ക് ജനറേറ്റ് വീണ്ടും വീണ്ടും യൂസ് ചെയ്താലും തീർന്നു പോകാത്ത, കംപ്ലീറ്റ് ആവാത്ത റിസോഴ്സിനെയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. വാട്ടർ എങ്ങനെയാണ് അല്ലെ? വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നത് വീണ്ടും എന്ത് ചെയ്യാണ്, അത്രയും എമൗണ്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കത് മഴയായിട്ട് വീണ്ടും ലഭിക്കുന്നുണ്ട്. വീണ്ടും അത് പുഴകളിലൂടെ ഒഴുകി വീണ്ടും അതെന്തായിട്ട് മഴയായിട്ട് വീണ്ടും ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൺലൈറ്റ് അതേപോലെ എക്സാമ്പിൾ ആണ് അല്ലെ? റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? സൺലൈറ്റ്. വേറെന്താണ്? അറിഞ്ഞൂടാ. തിരമാലകൾ. ഓക്കെ, തിരമാലകള്. ഓക്കെ, വിൻഡ് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. റിസോഴ്സ് ആണ് വിൻഡ്. പിന്നെന്തുവാ? സോയിലർ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. സോളാർ എനർജി ഒക്കെ പറയുകയാണെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സിൽ എഴുതണോണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഓപ്ഷൻ വരുന്നത് വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ആയിരിക്കും എവിടെ വരുന്നത്, ഓപ്ഷനിൽ വരുന്നത്. സോ നിങ്ങൾ ഓപ്ഷനിൽ വരുന്നത് അനുസരിച്ച് മാർക്ക് ചെയ്യാം. ചിലപ്പോൾ സോളാർ എനർജി ആയിരിക്കും. ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട്
നോട്ട് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നോ അങ്ങനെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ വരുന്നത്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചിട്ടും നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്ത് വരുന്ന റിസോഴ്സിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്നും, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കംപ്ലീറ്റ് ആയി പോകുന്ന റിസോഴ്സിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസ് ഓർ മൈൻസ് എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ പോലുള്ള ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തെടുക്കുന്നത്. അത് ആ ക്രൂഡ് ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നില്ലേ. പെട്രോൾ, ഡീസൽ, കെറോസിൻ കാര്യങ്ങളൊക്കെ തീർന്നു പോവാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസിൽ ഇപ്പൊ വെഹിക്കിൾസിലൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പെട്രോൾ, ഡീസൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇപ്പൊ എന്താണ് കൂടുതലായിട്ട് സോളാർ അല്ലേ, ഇലക്ട്രിക് വെഹിക്കിൾസ് ആയി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ഒരിടയ്ക്ക് നമ്മൾ പെട്രോൾ, ഡീസൽ വാഹനങ്ങളാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡിൽ കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. എന്താ പറയാ, 2 വീലേഴ്സ് ആവട്ടെ, 4 വീലേഴ്സ് ആവട്ടെ, എന്താണ് കൂടുതലായിട്ട് കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. കാരണം ഈ ഒരു പ്രശ്നം ഈ നമ്മളുടെ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് റിന്യൂവബിൾ റിസോഴ്സുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് റീഡ് ചെയ്യോ ആദ്യം മുതല് നോൺ റിന്യൂവബിൾ റിസോഴ്സ് വരെ? റിസോഴ്സ് അത് തൊട്ടിട്ടാണോ മിസ്സേ? റിസോഴ്സ് മുതൽ റീഡ് ചെയ്തോ കേട്ടോ. A resource has been defined as any means of attaining given ends or a source of supply or support, generally held in reverse. Natural resources include the total natural environment, that is the entire surface layer of the earth. So the natural resources are the components of atmosphere, hydrosphere and lithosphere. Based on the affluence and availability, natural resources are divided into 2 sections. They are renewable and non-renewable resources. Renewable resources. These resources are naturally restored after being used. Example, water, biomass. Non-renewable resources. These are resources which cannot be replenished within small period. Example, fossil fuels or metals. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് റിസോഴ്സ് ദാറ്റ് ആർ നാച്ചുറലി റീസ്റ്റോർഡ് ആഫ്റ്റർ ബീങ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും അത് ഇതിനോട് റീസ്റ്റോർ ചെയ്യുന്ന റിസോഴ്സിനാണ് റിന്യൂവബിൾ റിസോഴ്സ്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് റിസോഴ്സ് എങ്ങനെയാണ്? കനോട്ട് ബി റീപ്ലെനിഷ്ഡ്. തനിയെ അതെന്ത് ചെയ്യില്ല, എന്താവില്ല, റീസ്റ്റോർ ചെയ്യില്ല. അങ്ങനെ വരുന്ന ആ സ്മോൾ പീരീഡ് കൊണ്ടൊന്നും ഫോസിൽ ഫ്യൂവൽ ഒന്നും നമുക്കറിയാം. ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ഫോസിൽ ഫ്യൂവൽ ഒക്കെ ഫോം ചെയ്തത്. സോ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് അത് എന്ത് ചെയ്യില്ല, റീപ്ലെനിഷ്ഡ് ചെയ്യില്ല. അങ്ങനെ വരുന്ന റിസോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന്. ഇനി
ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ്. എങ്ങനെയാണ് ഹ്യൂമൻ ഇന്ററാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ്. നമ്മൾ ഈ പറയുന്നുണ്ട് റിന്യൂവബിൾ റിസോഴ്സ് വീണ്ടും റീസ്റ്റോർ ചെയ്യും എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എത്ര കറക്റ്റ് അളവിൽ നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് റീപ്ലേനിഷ്ഡ് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര എമൗണ്ട് ആണോ വാട്ടർ യൂസ് ചെയ്തത് അത്രയും തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഫാസ്റ്റർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേനിഷ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നില്ല. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇന്നത്തെ വെച്ചാൽ നമ്മള് എന്താ പറയാ, അണ്ടർഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. പണ്ട് നമ്മൾ എന്താ പറയാ, അണ്ടർഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി കൂടുതലായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ മഴ പെയ്യുന്ന വെള്ളം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കിണറുകളും കുളങ്ങളൊക്കെ നിറഞ്ഞു തന്നെയായിരിക്കും. വേനൽക്കാലത്തും മിക്ക കിണറുകളിലും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറവാണ്. നമുക്കറിയാം മിക്ക വീടുകളുടെ ഫ്രണ്ടിലും ടൈൽ ചെയ്തിട്ടുണ്ട്. ടൈൽ ഇടുന്നില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഫ്ലോർ ഒക്കെ നല്ല രീതിയിൽ ടൈൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. ഒരു തുള്ളി മഴവെള്ളം പോലും ഇറങ്ങാത്ത രീതിയിൽ. അപ്പൊ എന്താ പറ്റുന്നത്, ഈ റെയിൻ വാട്ടർ ഫുള്ളും എന്ത് ചെയ്യാണ്, ഒഴുകി എവിടേക്ക് പോവാണ്, കടലിലേക്ക് പോവാണ്. സോ അങ്ങനെ വരുമ്പോ നമ്മുടെ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ കടകളിലോ പുഴകളിലെ വഴി കടലിലേക്ക് എത്താണ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയാണ്, സ്റ്റോറേജ് കുറഞ്ഞു വരാണ്. അത് നമ്മളുടെ റിന്യൂവബിൾ റിസോഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കുടിവെള്ളത്തിനെയും അതേപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ എത്രയാണോ വാട്ടർ ജനറേറ്റ് ചെയ്യുന്നത് അതേ അളവിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ അളവിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്ര എമൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റീപ്ലെനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ അവൈലബിലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് റീസ്റ്റോർ എന്ന് പറയാം, നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സൺലൈറ്റിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമില്ല. സൺലൈറ്റിന്റെ കേസിലാണെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ് ഏത് സോളാർ എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് മുമ്പ് ഹൈഡ്രോ അല്ലെങ്കിൽ വാട്ടറിലൂടെ ഒക്കെ ആയിരുന്നു. നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഹൈഡ്രോ പ്ലാന്റ് ജനറേറ്ററിലൂടെ ഒക്കെ ആയിരുന്നു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സോളാർ പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, സൺലൈറ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ കാരണം അത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്, നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്ക് സ്ഥിരം ആ ഒരു എനർജി കിട്ടും എന്ന് നമുക്ക് എന്താണ് കൺഫേം ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ഒരു റിസോഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മാറിയിരിക്കുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ഒരാൾ വായിച്ചേ. Sustainable management of renewable resources. The primary concern in the sustainable management of renewable resources is to secure that the rate at which it is begun to replenished or regenerated. This means that water should not be withdrawn from wells at a faster rate than the rate at which rainwater is replenishing underground storage system. In the same way, the number of trees cut down should not outstrip the number of new trees planted. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്ന റിന്യൂവബിൾ റിസോഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എത്രയാണോ അത് യൂസ് ചെയ്യുന്നത് അത്രയും റേറ്റിൽ തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, റീപ്ലെനിഷ് ചെയ്യുന്നില്ല, റീജനറേറ്റ് ചെയ്യുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് വാട്ടർ ഷുഡ് നോട്ട് ബി വിഡ്രോൺ ഫ്രം വെൽ. നമ്മളൊരു വെല്ലിലൂടെ വിഡ്രോ ചെയ്യുന്ന വാട്ടർ the faster rate that the rate at which rain water is replenished. നമ്മൾ എന്താണ് വെയിലൂടെ എടുക്കുന്ന വെള്ളം അത്രയും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലെനിഷ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. റീപ്ലെനിഷിംഗ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ക്രിറ്റിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞത് പണ്ട് നമ്മൾ റെയിൻ വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ വെല്ലുകളിലേക്ക് റീപ്ലെനിഷ് ചെയ്യുന്നില്ല. ഇൻ ദ സെയിം വേ ദ നമ്പർ ഓഫ് ട്രീസ് കട്ട് ഡൗൺ നമ്മൾ നാച്ചുറൽ റിസോഴ്സ് ആണ്. ഒരുപാട് നമ്പർ ഓഫ് ട്രീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഇപ്പോ നമ്മൾ വീട് പണിയുടെ ആവശ്യങ്ങൾക്ക് മറ്റു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പേപ്പറിന് വേണ്ടിയിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും ട്രീസ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നോട്ട് ഔട്ട്സ്ട്രിപ്പ് ദ നമ്പർ ഓഫ് ന്യൂ ട്രീസ് പ്ലാൻ. പുതിയ ട്രീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ട്രീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. റിന്യൂവബിൾ റിസോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും അത്രയും അളവ് നമുക്ക് റീപ്ലനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ദെൻ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, നമ്മള് എർത്ത് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് സിസ്റ്റമാണ്, ഫിക്സഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ ഇതില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയാ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അത് മാറ്റി വെക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് എന്താണ് യൂസ് കെയർഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും അത് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അവൈലബിലിറ്റി കിട്ടും. The force of non-renewable resource management different from that non-renewable resource management. അപ്പോൾ non-renewable resource management പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the salient features of non-renewable resource is that they are can be drained. The more we use and the less remains. അപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിമെയിൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം കുറച്ച് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യാം, നമ്മൾ സേവ് ചെയ്യാം. The earth is basically a closed system. ഞാൻ പറഞ്ഞു, earth എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. The amount of matter in the earth system is fixed. നമ്മുടെ ഭൂമിയിലുള്ള റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഫിക്സഡ് ആണ്. The existing solid earth resources are all that we have properly or we will ever have. നമ്മൾ കയ്യിലുള്ള നോൺ റിന്യൂവബിൾ റിസോഴ്സ് നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമുക്ക് ഇനി അത് ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഓർസ്, ഫോസിൽ ഫ്യൂവല്, മെറ്റൽസിന്റെ ഒക്കെ കാര്യം നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതിൽ മെറ്റൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ റേറ്റ് നമ്മൾ പണ്ടത്തെ പോലെ അല്ല അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലേ, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളാരും പത്രമൊന്നും വായിക്കാറില്ല. എന്തുകൊണ്ട് ഈ ഒരു മെറ്റലാണല്ലോ ഗോൾഡ്, ഈ ഒരു മെറ്റലിന്റെ എമൗണ്ട് ഇങ്ങനെ കൂടാൻ കാരണം നമ്മളുടെ എർത്തില് അവൈലബിൾ ആയിട്ടുള്ള 90% ഓഫ് ഗോൾഡ് നമ്മൾ എന്ത് ചെയ്തു, ഖനനം ചെയ്ത് എടുത്തു. ദെൻ ഇനി ആകെയുള്ള 10%ഓളമാണ്. അപ്പോ നമുക്ക് എന്താ പറയാൻ പറ്റാം, അതുകൊണ്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് തന്നെയാണ് എന്ത് ചെയ്യണത്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതൽ. നമുക്ക് ഇനി ഗോൾഡ് ഇല്ല, അങ്ങനെ വരുമ്പോ ഉള്ള ഗോൾഡിന് നല്ല ഡിമാൻഡ് കൂടും, ഇനിയും അതിന്റെ എമൗണ്ട് കൂടാനാണ് ചാൻസ്. അതേപോലെ തന്നെ ഫോസിൽ ഫ്യൂവലിന്റെ കേസിലാണെങ്കിൽ പെട്രോൾ ഡീസലിന്റെ വില കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതെന്തുകൊണ്ടാണ് വില കൂടുന്നത്? കൂടിക്കൊണ്ടിരിക്കും. കുറഞ്ഞോന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കൂടാണ്. ഇപ്പൊ ഗോൾഡിന്റെ ആണെങ്കിലും റേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ പോലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതില്ല, നമ്മുടെ അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് ഈ ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവാണ്. അതുകൊണ്ടാണ് ഇതിന്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നല്ല എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം. നോൺ റിന്യൂവബിൾ റിസോഴ്സിന് പകരം നമുക്ക് റിന്യൂവബിൾ റിസോഴ്സ് എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ച് പറയാം. നമ്മുടെ പ്രകൃതിനെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ മനുഷ്യർ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഒന്ന് പറയാവോ? ഏതൊക്കെ മലിനീകരണങ്ങളാണ്? ശബ്ദമലിനീകരണം, വാഹനം വെച്ചുള്ളത്, ഗതാഗതം, അങ്ങനെ. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ മതിയോ? വാഹന സൗണ്ട്, ഓക്കെ. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ. ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഭൂമിയിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇടുമ്പോൾ നമുക്ക് വരുന്ന ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ, നമ്മൾ വെള്ളത്തിലേക്ക് മലിനമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ഡിഫറെന്റ്. പിന്നെ നമുക്ക് ഇന്ന് വരുന്നൊരു പ്രശ്നമാണ്, ഇവിടെ നമ്മളെ ടെസ്റ്റിൽ പറഞ്ഞ റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു വാട്ടർ പൊല്യൂഷൻ ഉള്ളത്.
ആയിരുന്നു വാട്ടർ പൊല്യൂഷൻ കേട്ടോ. എന്ന് വെച്ചാല് നമ്മള് എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട്, റേഡിയേഷൻ പൊല്യൂഷൻ ഒക്കെ നമ്മൾ ഡേ ടു ഡേ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസ് ആണ്. അപ്പോ നമ്മള് ഇന്ന് എയർ പൊല്യൂഷൻ കാരണം ഇപ്പൊ നമ്മളിപ്പോ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. ജാനുവരിയുടെ ടൈമില്, ജാനുവരി ഒരു നവംബർ, ഡിസംബർ, ജാനുവരി ടൈമില് ഡൽഹിയിലേക്ക് സ്കൂളുകൾക്ക് അവധിയായിരിക്കും. നമുക്കിവിടെ മഴ വരുമ്പോ നമുക്ക് അവധി തരുന്ന പോലെ ഡൽഹിയിൽ എങ്ങനെയായിരിക്കും ഈ നവംബർ, ഡിസംബർ, ജാനുവരി ടൈമില് അവധിയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എയർ പൊല്യൂഷൻ കാരണമാണ്. കാരണം അത് വെച്ചാൽ ഭയങ്കരമായിട്ട് അവിടെ എയർ പൊല്യൂഷന്റെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഒരുപാട് ആസ്മ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ എയർ പൊല്യൂഷൻ, നമ്മളൊക്കെ അധികം എയർ പൊല്യൂഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ? കുറവാന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ഒന്ന് സിറ്റിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എയർ പൊല്യൂഷൻ കുറച്ച് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ എയർ പൊല്യൂഷൻ കുറവാണ്. ദെൻ ഈ ദീപാവലി എന്ന് പറയുന്ന സംഭവം, ആ സമയത്ത് അവിടങ്ങളിൽ പറയും ഈ പട്ടാസ്, ക്രാക്കേഴ്സ് ഒന്നും പൊട്ടിക്കാൻ പാടില്ല എന്ന് റൂൾ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുക, ഈ പുക എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? എയർ പൊല്യൂഷൻ കൂട്ടാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അത് അലൗ ചെയ്യാത്തത്. അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ചില പ്ലേസസ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ അലൗ ചെയ്യാറില്ല. പക്ഷെ ഭയങ്കര ഫെസ്റ്റിവൽ ആണ്. നമ്മൾ വിചാരിക്കും ദീപാവലി അത്ര വലിയ ഫെസ്റ്റിവൽ ആണോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവർക്കത് ഭയങ്കര ഫെസ്റ്റിവൽ ആണ്. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പട്ടാസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ അതിന്റെ സ്മെൽ, അതിന്റെ പുകയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സിറ്റിയിലേക്ക് വരെയും അത് ഫുള്ളായിട്ടൊരു ക്ലൗഡ് പോലെ തോന്നും. നമുക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലൊരു ക്ലൗഡ് പോലെ ഫുള്ളായിട്ട് മൂടും. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമുക്ക് എയർ പൊല്യൂഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. എൻവയോൺമെന്റ് പൊല്യൂഷൻ ആരാ റീഡ് ചെയ്യുന്നേ? ഒരാൾ റീഡ് ചെയ്യണേ നന്നായിരിക്കും. Environment pollution. Environment pollution means wreaking the environment in such a manner that it is unable to play its role properly. A blended environment is not going to maintain, nourish, and sustain humanity. Environment pollution is air pollution, land pollution, sound pollution, and radiation pollution. Okay, read ചെയ്യണം. എയർ പൊല്യൂഷൻ റീഡ് ചെയ്തോളാം, സിമ്പിൾ ആണ്, റീഡ് ചെയ്തോളാം. Air pollution. Air pollution may be defined as the happening in air of any foreign materials or gas which is risky to man, vegetation, animals, or buildings. Thus, the contamination of air with dust, smoke, and harmful gases may be considered as air pollution. Causes of air pollution: means of transport, industrialization, fuel, use of insecticides, deforestation, lack of proper disposal of garbage. Consequence of air pollution: effect of climate, effect on visibility, effect on agriculture, effect on man, effect on ozone layer, bad effect on vegetation and life in water. നമുക്ക് എയർ പൊല്യൂഷനെ കുറിച്ച് നോക്കാം. നമ്മള് ഫോറിൻ മെറ്റീരിയൽസ് നമ്മുടെ എയറിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്കും നമ്മുടെ പ്ലാന്റ്സ് അതേപോലെ അനിമൽസ് ബിൽഡിങ്ങിനൊക്കെ എന്താണ് എയർ പൊല്യൂഷൻ ദോഷകരമാണ്. കണ്ടാമിനേഷൻ ഓഫ് ഡസ്റ്റ്, സ്മോക്ക്, ഹാർംഫുൾ ഗ്യാസസ് മേ ബി കൺസിഡർഡ് ആസ് എയർ പൊല്യൂഷൻ. നമ്മളൊക്കെ അറിയാം, നമ്മളുടെ എയർ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരും അല്ലെ. നമ്മൾ ആദ്യം ഫസ്റ്റ് കോമൺ ചൈൽഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടാമിനേഷൻ ഓഫ് എയർ ഇന്ത്യൻ അസുഖങ്ങൾ വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. ഡസ്റ്റ്, അതെ, അല്ലെങ്കിൽ കോൾഡ്, കഫ്, ഓർമ്മയില്ല, മറന്നുപോയാ? ഇല്ല മാം. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഒരു
മനുഷ്യന്റെ ഹെൽത്തിനത് എന്താണ് ബാഡ്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, എന്തെല്ലാം കാരണം കൊണ്ടാണ് എയർ പൊല്യൂഷൻ? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടെങ്കിൽ കണ്ടപ്പോ എന്താ പറയാ, ഒരു നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. ഒരു ബസ് ഒരു രണ്ട് റോഡിലൂടെ പോവുകയാണ്. ഒരു ബസ് എന്താണ് ഒരു പാലത്തിൽ കൂടെ പോകുന്ന ബസ്സിനെ കാണിക്കുകയാണ്. അതിലൊരു 30ഓളം പേര് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത റോഡ് അല്ലെങ്കിൽ മുകളിലെ പാലം, മേൽപ്പാലത്തിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത്. താഴത്ത് എന്താണ് ട്രാഫിക്കിൽ ഒരുപാട് 2 വീലേഴ്സ് ഇങ്ങനെ ട്രാഫിക് ജാമിൽ കിടക്കാണ്. ഒരു 30-40ഓളം 2 വീലേഴ്സ് ഉണ്ട്. ഒരാൾ മാത്രമാണ് ഒരു 2 വീലർ ഇരിക്കുന്നത്. സോ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ശരിക്കും നമ്മള് ഈ എന്താ പറയാ പ്രൈവറ്റ് വാഹനങ്ങളെ ഒഴിവാക്കി നമ്മൾ ഈ നമ്മളുടെ പബ്ലിക് വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് കുറച്ചും കൂടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയും എയർ പൊല്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇല്ലേ? ഒന്ന് ആലോചിക്കാൻ, ബസ്സിൽ പോകുന്ന യാത്രക്കാരെല്ലാവരും ഡിഫറെന്റ് സ്റ്റോപ്പിലേക്കാണ്. അതേപോലെ തന്നെ ആയിരിക്കും താഴെ ജാം വരാനുള്ള ട്രാഫിക് ജാം, സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് വെച്ചാൽ ഹോൺ അടി, ഭയങ്കര ഹോണിന്റെ സൗണ്ട് ആയിരിക്കും. അതേപോലെ ഈ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന ഡസ്റ്റ് അല്ലെങ്കിൽ ആ പുക ഒരുപാടല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ പൊല്യൂഷന്, സൗണ്ട് പൊല്യൂഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നമ്മുടെ എയർ നല്ല പ്യൂരിഫൈ ആയിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. മീൻസ് ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബസ്സിൽ നിന്ന് വരുന്ന പുകയാണോ, ഒരു 30 വെഹിക്കിൾസിൽ നിന്ന് 2 വീലേഴ്സിൽ നിന്ന് വരുന്ന പുകയാണോ കൂടുതൽ? 30 വെഹിക്കിൾസ് വരുന്നതാണ് മാഡം. അപ്പൊ ഒന്ന് ആലോചിക്കും, ഈ 30 പേർക്കും പോകേണ്ട ചിലപ്പോൾ ഒരു സ്ഥലത്തേക്കായിരിക്കും. ഈ 30 വെഹിക്കിൾസ് വരുമ്പോ റോഡിലേക്ക് വരുമ്പോ ഒന്നാമത് ട്രാഫിക് ജാം, അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ തന്നെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എയർ പൊല്യൂഷൻ പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ, ശരിക്കും എക്കണോമിയുടെ ഗ്രോത്തിന് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പോൾ ഇൻഡസ്ട്രീസ് വരണം, അത് ശരിയാണ്, വരുന്നതാണ്. ബട്ട് എന്താ പറയാ, ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് മിക്ക ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താ പറയാ എയർ ഗ്യാസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്സിക് സ്മോക്ക്, ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടാവും. ഇത് നമ്മള് എന്താണ് നമ്മള് ഒത്തിരി ഉയരത്തിൽ വേണം അതിന്റെ എന്താ പറയാ പൈപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് എയർ പൊല്യൂഷൻ വരും. ഞാൻ പഠിച്ചിരുന്നത് കലൂരായിരുന്നു. അപ്പോ ഞാൻ ഏലൂര് ഭാഗത്തേക്ക് കൂടി, വീട് പറവൂരാണ്. അപ്പൊ കലൂരിന്ന് ഏലൂര് ഭാഗം വഴിയാണ് വീട്ടിലേക്ക് വരുന്നെങ്കിൽ ആ വഴി മൊത്തം ഒരുപാട് ഫാക്ടറീസ് ആണ്. അവിടുത്തെ എയർ നമുക്ക് സ്മെല്ല് മനസ്സിലാവും. അവിടുത്തെ എയർ ഫുള്ളും എന്താണ് കണ്ടാമിനേറ്റഡ് ആണ്. കാരണം അത്രയും ഇൻഡസ്ട്രീസും അവിടെ നിന്നുള്ള പുകകളും ഒക്കെ ആ ഒരു ഏരിയാസിൽ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ബസ്സിലിരിക്കുകയാണെങ്കിൽ പോലും നമുക്കത് അപ്പൊ ഉള്ളിലേക്ക് പോകും. ഞാനപ്പോ മാക്സിമം അന്ന് മാസ്ക് ഒന്നുമില്ല, കർച്ചീഫ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. കർച്ചീഫോ ഷാളോ വെച്ച് കറച്ചിട്ടായിരുന്നു ആ സമയത്ത് പോകുന്നത്. ആ വഴി എത്തുമ്പോൾ അങ്ങനെയാണ്, കാരണം അത്രയും ഡസ്റ്റും കാര്യങ്ങളാണ്. അപ്പൊ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ആ ഒരു നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വരുമ്പോൾ അത്രയും എയർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. ഫ്യൂവൽസ്, ശരിയാണ്, ഫ്യൂവൽസ് കാരണം എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ എന്താ പറയാ പെട്രോൾ, അതേപോലെ ഡീസൽ, അതുപോലത്തെ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക വരുന്നുണ്ട്. യൂസ് ഓഫ് ഇൻസെക്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഞാനാണോ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തത്? ആണോ? ആണെന്ന് തോന്നുന്നു. നമ്മള് എൻഡോസൾഫാൻ ദുരന്തത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. ഇല്ലേ? അപ്പൊ അത് അവിടെ നമ്മൾ എന്താണ് എൻഡോസൾഫാൻ എന്ന് പറയുന്ന ആ ഒരു കീടനാശിനി എന്ത് ചെയ്താണ് അവിടെ ഉള്ള ഏരിയസിലേക്ക് സ്പ്രെഡ് ചെയ്താണ്. പക്ഷെ അത് എന്ത് പൊല്യൂഷന് കാരണമായി? എയർ പൊല്യൂഷന് കാരണമായി. ആ എയർ ശ്വസിക്കുന്ന എല്ലാവർക്കും ഇതേപോലത്തെ ഈ ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ടും അതേപോലെ പ്രീമച്വർ ബർത്ത് അല്ലെങ്കിൽ ഇൻഫാക്ടിലിറ്റി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് വന്നിരുന്നു. ആ ഒരു പ്രശ്നം എന്ത് വന്നാണ് യൂസ് ഓഫ് ഇൻസെക്ട്സ്.
അത് അത് യൂസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഡിഫോറസ്റ്റേഷൻ, മരം വെട്ടുന്നതും എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് കേട്ടോ. നമ്മള് ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് എന്തോരം ഓക്സിജന്റെ അവൈലബിലിറ്റി ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരിക്കും എന്താ പറയാ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത് ഓക്സിജൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ലൈഫ് പ്രോപ്പർ ആവുന്ന അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിന് കാരണം നമുക്ക് എർത്തിൽ ഓക്സിജൻ ഉണ്ടെന്നാണ്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുറത്ത് വേറെ ഏതെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഓക്സിജൻ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം നമ്മളുടെ ഇവിടെയുള്ള ഓക്സിജനും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് നല്ല രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു ഭൂമിയിൽ ഒരുപാട് നാൾ നമ്മുടെ ജനറേഷന് ജീവിക്കാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് മാക്സിമം പ്ലാന്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യാം, നടാണ് വേണ്ടത്. അപ്പൊ ഡിഫോറസ്റ്റേഷൻ അവോയ്ഡ് ചെയ്യണം. ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസിബിൾ ഓഫ് ഗാർബേജ്, നമ്മൾ ഗാർബേജ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാൻ കാര്യം പറയാം, പ്ലാസ്റ്റിക് അല്ലെ, പ്ലാസ്റ്റിക് ഒരു വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മള് സാധാരണ പണ്ടൊക്കെ എന്താ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് നമ്മൾ കത്തിച്ച് കളയും അല്ലെ, നമുക്കറിയില്ല അല്ലെ, പ്ലാസ്റ്റിക് നമ്മൾ കത്തിച്ച് കളയാ ചെയ്യുന്നത്. അത് ഒരുപാട് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോ അതിന് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹരിത കർമ്മസേന ഇല്ലേ? ആ ഒരു കാര്യത്തോട് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. കാരണം നമ്മള് ആ ഒരു 50 രൂപ കൊടുക്കുന്നതിലല്ല, മന്ത്ലി ഒരു 50 രൂപ കൊടുക്കുന്നതിലല്ല, നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം അവർ കളക്ട് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്, നമ്മുടെ എന്താ പറയുക കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഹരിത കർമ്മസേനയുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും. അതും നമ്മള് ഇപ്പൊ ഞങ്ങളുടെ ഏരിയയില് അവർ എല്ലാ മാസവും വരുന്നു. എനിക്ക് ഒന്നും ഞാൻ വിചാരിക്കും ഇവര് വന്ന് കളക്ട് ചെയ്യുമ്പോഴാണ് രണ്ട് ബണ്ടിലോളം എന്തുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കവേഴ്സ് കാര്യങ്ങളും. ഞാൻ ആലോചിച്ചു, ഇത്രയും കവേഴ്സ് ഒക്കെ വീട്ടിലുണ്ടായിരുന്നോ? ഒരു മാസം അവർ കളക്ട് ചെയ്ത് പോയി, അടുത്ത മാസം ആകുമ്പോഴേക്ക് ഇത്രയും കവേഴ്സ് വന്നു. ഇത്രയും കവേഴ്സ് നമ്മൾ എന്താ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യായിരുന്നു, കത്തിച്ച് കളയായിരുന്നു അല്ലെ. കത്തിച്ച് കളയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പുക എവിടേക്കാ വരുന്നത്, നമ്മുടെ എയറിലേക്കാ വരുന്നത്. അത് നമ്മളും നമ്മുടെ കുട്ടികളും ഒക്കെ ശ്വസിക്കായിരുന്നു. ആലോചിച്ച് നോക്കി, ആ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് വരുന്നതെന്ന്. അപ്പൊ ഇന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രവൃത്തിയാണത്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഗാർബേജും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി എയർ പൊല്യൂഷൻ കാരണം എന്തെല്ലാം കോൺസിക്വൻസ് വരുന്നത്, നമ്മുടെ ക്ലൈമറ്റിൽ വ്യതിയാനം വരുന്നുണ്ട്. നമ്മൾ ന്യൂനമർദ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ ന്യൂനമർദ്ദം ഒരു ന്യൂനമർദ്ദം എന്നാലും ഒരു മഴക്കാലത്ത് വന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൂ ഒരെണ്ണെങ്ങാണ്ട് ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഒന്നോ രണ്ടോ ഒരു വർഷത്തിൽ വന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, അടുപ്പിച്ചടുപ്പിച്ച് ന്യൂനമർദ്ദങ്ങളാ വരുന്നത് അല്ലേ. ചില വർഷങ്ങളിലാണെങ്കിൽ ഫുള്ളായിട്ട് സൈക്ലോണും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ്. ദെൻ എഫക്ട്സ് ഓൺ വിസിബിലിറ്റി, ഞാൻ പറഞ്ഞു ഡൽഹിയിലെ കാര്യം പറഞ്ഞപ്പോ എന്താണ്, അവിടെ ഈ എയർ പൊല്യൂഷൻ ആണ്, അവിടെ വിസിബിലിറ്റിയുടെ പ്രശ്നം വരുന്നു. അവിടെ എന്താണ് ലോക്ക്ഡൌൺ പോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇതാണ് എയർ പൊല്യൂഷൻ ആണ്. കാരണം ആക്സിഡൻസ് ഒക്കേർ ചെയ്യും. നമുക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്സിഡൻസ് വരും. എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ, നമ്മളുടെ എയർ പൊല്യൂഷൻ എന്തിനു കാരണമാകുന്നു, അഗ്രികൾച്ചറിന്റെ അവൈലബിലിറ്റിയിലും പ്രശ്നങ്ങൾ വരുന്നു. എഫക്ട്സ് ഓൺ മാൻ, ചില ആസ്മ പോലുള്ള അസുഖങ്ങള്, കഫ് കോൾഡ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് കാരണമാകുന്നു. നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മളെല്ലാവരും മാസ്ക് യൂസ് ചെയ്യുമായിരുന്നു, ഓർമ്മയുണ്ടോ? എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ഈ ചുമയും തുമ്മലും ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ എയർബോൺ ഡിസീസുകൾ കുറവായിരുന്നു. കോവിഡ് ആണെങ്കിൽ കോവിഡ് വന്നു, കോവിഡ് ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് ആണ്. അല്ലാതെ മറ്റ് അസുഖങ്ങൾ, ഈ ചുമ, തുമ്മല്, ഡസ്റ്റ് അലർജി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? എനിക്ക് കുറവായിരുന്നു. കാരണം ചുമയൊന്നും ഉണ്ടായിരുന്നില്ല. വരാണെങ്കിൽ തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് കോവിഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ കാരണം കുറവാണ്. കാരണം നമ്മൾ ആ സമയത്ത് മാസ്ക് യൂസ് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നു. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എയറിലുള്ള ഡസ്റ്റും കാര്യങ്ങളും അത് മാസ്ക് തടയുന്നുണ്ട്, ഒരു പരിധി വരെ തടയുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല, പ്രോപ്പർ ആയിട്ടായിരുന്നു ഓക്സിജൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവുന്നത്, ഈ വായു എൻ്റർ ആവുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു മാസ്ക് യൂസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ
എന്താ പറയാ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ കോൾഡ് കഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ അറിയുന്നവരിൽ ഒരു 2-3 പേർക്കെങ്കിലും ഭയങ്കരമായിട്ട് കഫ് ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നല്ല ചുമയുണ്ടാവും. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇല്ലേ, ആർക്കെങ്കിലൊക്കെ ഉണ്ടാവും ചുമ നമ്മുടെ കൂട്ടത്തിലോ അല്ലെ നമുക്കോ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇന്ന് നമ്മൾ ഈ മാസ്കും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഓണം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുള്ളൂ. ആ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ പുറത്തൊക്കെ പോവുകയും ട്രാവലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ആസ്മ, അതേപോലെ കഫും കോൾഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഓക്കെ, അത് മനുഷ്യരിൽ വരുന്ന എഫക്റ്റ് ആണ്. എയർ പൊല്യൂഷൻ കാരണം മനുഷ്യരിൽ വരുന്ന എഫക്റ്റ് ആണ്. എഫക്റ്റ് ഓൺ ഓസോൺ ലെയർ. നമ്മൾ കോവിഡിന്റെ സമയം എക്സാമ്പിൾ ആയിട്ട് വീണ്ടും പറയുകയാണെ, കോവിഡിന്റെ സമയത്ത് ഓസോൺ ലെയറിൽ വന്ന വിള്ളല് അല്ലെങ്കിൽ ആ ഒരു ഹോള് അത് അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നോ? കുറഞ്ഞുന്നോ അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്നാ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓസോൺ ലെയറിന്റെ ആ ഒരു ഹോള് കുറഞ്ഞു. കാരണം നമ്മൾ ഈ എയർ പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഈ പ്ലാസ്റ്റിക്കും ഫോസിൽ നമ്മള് എന്താ പറയാ ഫോസിലല്ല നമ്മളുടെ എന്താ പറയാ ഈ എയർ പൊല്യൂഷൻ കാരണം ഓസോൺ ലെയറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് കുറയാനായിട്ട് എന്താണ് കോവിഡിന്റെ സമയത്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂസ് വായിച്ചതാണ്. അപ്പൊ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളും ലോക്ക്ഡൌണിലായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുവഴി നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെയും കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ബാഡ് എഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ ദ വാട്ടർ. നമ്മൾ എയർ പൊല്യൂഷൻ കാരണം നമ്മുടെ വെജിറ്റേഷനിലും പ്ലാന്റ്സും അനിമൽസിലൊക്കെ എഫക്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ വാട്ടറിലെ ലൈഫ് മത്സ്യസമ്പത്തിനും എന്ത് വരുന്നുണ്ട്, ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ലാൻഡ് പൊല്യൂഷൻ, ദെൻ സൗണ്ട്, റേഡിയേഷൻ പൊല്യൂഷൻസ് ആണ്. ഞാൻ ഒരു സെമിനാർ വരട്ടെ നിങ്ങൾക്ക്, സിമ്പിൾ അല്ലേ? എയർ പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ ഒക്കെ അല്ലേ? ആരെ ലാൻഡ് പൊല്യൂഷൻ ആദ്യം മുതൽ എടുക്കാം കേട്ടോ. എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട്, റേഡിയേഷൻ പ്ലസ് വാട്ടർ പൊല്യൂഷൻ കൂടി എടുക്കണം. ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളതെന്നൊന്ന് പറയുകയാണെങ്കിൽ നോട്ട് ചെയ്ത് പോകാം. നെക്സ്റ്റ് മൺഡേ നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റും. എയർ പൊല്യൂഷൻ ആരാ എടുക്കുന്നേ? ഓക്കെ, സുഖിന്റെ എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ രശ്മി. ഓക്കെ ആണോ ലാൻഡ്? അളക സൗണ്ട് എടുക്കാൻ പറ്റുമോ? ഓക്കെ, റേഡിയേഷൻ ആരാ എടുക്കുന്നേ? രാജേശ്വരി. ഓക്കെ, സുബ. അപ്പൊ വാട്ടർ പൊല്യൂഷൻ രാജേശ്വരി. ഓക്കെ ആണോടാ? ഞാന് ഫ്രൈഡേ തൊട്ടിട്ട് ഒരു ഓഫീസിലേക്ക് ഓക്കെ ഓക്കെ, കുഴപ്പമില്ലാടാ. സൗമ്യ എന്നുള്ളത് അറിയില്ല. കുഴപ്പമില്ല. ഓക്കെ ആടെ, കുഴപ്പമില്ല കേട്ടാ. സൗമ്യക്ക് എടുക്കാൻ പറ്റുമോ? സൗമ്യ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ആണ്, അത് ആരെടുക്കുമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എടുക്കാം. ഓക്കെ, ലിജി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6th ഒക്ടോബർ 6th ആണെന്ന് തോന്നുന്നുണ്ട്. ഡേറ്റ് ഒന്ന് നോക്കട്ടെ. ഒക്ടോബർ 6th ആണെന്ന് തോന്നുന്നു അല്ലെ? ഒക്ടോബർ 6th. അപ്പൊ അന്ന് നമ്മൾ എന്തെടുക്കുന്നു, ഈ ഒരു ചാപ്റ്റർ സെമിനാർ എടുക്കാൻ കേട്ടോ. മാം ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, രശ്മി പ്രസന്റ് ചെയ്തില്ലാണ്. ഇല്ല, അതല്ലേ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോ ഈ ചാർട്ടും കൂടി കാണിച്ചിട്ട് സെമിനാർ എടുത്തോ കേട്ടോ. ചാർട്ട് പ്രസന്റ് ചെയ്തിട്ട് സെമിനാർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്ട് തോന്നും. ഓക്കെ മാം, ഞാൻ എല്ലാം എഴുതി വെച്ചേക്കുമായിരുന്നു, എല്ലാ പൊല്യൂഷനും എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പൊ സെമിനാറിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മതിയോ? സെമിനാറിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മതിയോ? അത് ഇപ്പൊ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പ്രസന്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും സമയമുണ്ടല്ലോ, 10 minutes ഉണ്ട്, അതിന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്യുക. ഓക്കെടാ, വരച്ചിട്ടുണ്ടല്ലേ? അത് പിങ്ക് കളർ ആയതുകൊണ്ടേ എടുത്ത് കാണിക്കുന്നു. അത് പറഞ്ഞു
എർത്ത് പൊല്യൂഷൻ്റെ ഓക്കെ മാം, എർത്ത് പൊല്യൂഷൻ്റെ ഒരു ചാപ്റ്ററാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ എർത്തിൻ്റെ പലതരത്തിലുള്ള പൊല്യൂഷനെ കുറിച്ചൊക്കെ കുറച്ച് പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അറിയാം വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ആണ് നമ്മുടെ ഭൂമിയിൽ നമ്മളിപ്പം അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ കാണിച്ചേക്കുന്ന എയർ പൊല്യൂഷനിൽ ഫാക്ടറികളിൽ നിന്നും വരുന്ന വിഷപ്പുക എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. A tiny percentage of air pollution comes from the natural resources like dust storms, volcano eruption, allergens and wildfires. ഈ വോൾക്കാനോ ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനവും വൈൽഡ് ഫയേഴ്സ്, ഈ ഫോറസ്റ്റ് തീപിടുത്തമൊക്കെ നാച്ചുറലി ഒക്കെയർ ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷേ അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നാച്ചുറൽ ആണ്. പക്ഷെ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഹ്യൂമൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കൺട്രോൾ വരുത്തിയാൽ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നേരത്തെ മാം പറഞ്ഞതുപോലെ ട്രീസ് അതായത് ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതെ നമുക്ക് ട്രീസിനെ സംരക്ഷിക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ നമ്മുടെ ശ്വസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വാതകമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് എന്തായാലും വേണം. പിന്നെ അതുപോലെ പ്ലാന്റ്സ് നട്ട് പിടിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷനെ ഒരു പരിധി വരെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ആവശ്യമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എയർ പൊല്യൂഷൻ കാരണം ഡൽഹിയിലെ സ്കൂളുകളൊക്കെ കുറച്ച് നാളിങ്ങനെ അടച്ചിട്ടിരിക്കും. അതുപോലെ നമ്മുടെ താജ്മഹൽ, അതിന്റെ നിറം മങ്ങി ഇരിക്കുന്നതായിട്ട് നമുക്കിപ്പോൾ വാർത്തകൾ അറിയാം. അതെന്ന് വെച്ചാൽ അത് എയർ പൊല്യൂഷൻ കാരണമാണ്. കാരണം വാഹനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ്, നൈട്രജൻ ഓക്സൈഡ്, അത് ആസിഡ് റെയിൻ, അമ്ലമഴയ്ക്ക് വരെ കാരണമാകുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത്തരത്തിലുള്ള ആസിഡ് റെയിനൊക്കെ താജ്മഹലിന്റെ നിറം മങ്ങുന്നു എന്നുള്ളൊരു വാർത്ത നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെ നമ്മളെ കൽക്കരി, വിറക് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് അന്തരീക്ഷത്തിൽ കൂടിയാൽ ആഗോളതാപനം മൂലം സംഭവിക്കാം. അതുപോലെ മഞ്ഞുരുകി കടലിലെ ജലനിരപ്പ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, നമുക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾ, ലങ്സ് ക്യാൻസർ, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനമായ പുക ശ്വസിച്ച് നമുക്ക് ക്യാൻസർ വരെ സംഭവിക്കാം. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫാക്ടറികളിൽ നിന്നും പുറത്തുവിടുന്ന വിഷവാതകങ്ങളെ അബ്സോർബന്റ് ഉപയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷം മാത്രം അത് പുറത്തുവിടാവൂ. അതുപോലെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ടറിയുടെ പുകക്കുഴൽ നല്ല ഉയരത്തിൽ സ്ഥാപിക്കാൻ നോക്കണം. അതുപോലെ സോളാർ വാഹനങ്ങൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം. പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാതെ പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വാഹനങ്ങളിലെ പുക പരിശോധന അത് കർശനമാക്കി അത് ഓരോ വർഷം കഴിയുന്തോറും പുക പരിശോധന കർശനമാക്കണം. പിന്നെ അതുപോലെ സോളാർ കാറ്റാടിയൊക്കെ യൂസ് ചെയ്യണം. പിന്നെ അവോയ്ഡ് പെസ്റ്റിസൈഡ്സ്, നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കണം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. പ്ലാസ്റ്റിക് അത് റീസൈക്കിൾ ചെയ്തും ഉപയോഗിക്കാൻ നോക്കണം. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാൻ നോക്കണം. ഇതൊക്കെയാണ് എയർ പൊല്യൂഷൻ്റെ നമുക്ക് ഒരു പരിധിവരെ എയർ പൊല്യൂഷൻ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിയന്ത്രണങ്ങളാണ്. ഇനി പറയുന്ന വാട്ടർ പൊല്യൂഷൻ, ഇത് പോസ്റ്ററിലുണ്ട്. വാട്ടർ പൊല്യൂഷനിൽ മെയിനായിട്ട് എന്താ, വാട്ടർ റിസോഴ്സസിൽ നമ്മൾ ഗാർബേജുകൾ, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പുഴകളിലൂടെയൊക്കെ ഒഴുക്കും. അത് വളരെയധികം വാട്ടർ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ്. റീസൺസ് ഫോർ വാട്ടർ പൊല്യൂഷൻ: ഡംപിങ് ദ വേസ്റ്റ് ഇൻ ടു ദ റിവർ, bathing animals, washing clothes, washing vehicles in the water resources, sewage disposal in the river, then industrial waste into the river, oil spills and dumping urban garbage. ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ക്രൂരമായ ഇടപെടലുകൾ മൂലം നമുക്ക് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുകയും ഒരു തുള്ളി കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥ വരെ വരും. അതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പുഴകളെല്ലാം വറ്റി വരണ്ട്
കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാം. ഇനി അടുത്ത കാണിക്കുന്നതാണ് സോയിൽ പൊല്യൂഷൻ. സോയിൽ എന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് വരെ മലിനമാണ്. കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റും കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇതിൻ്റെയൊക്കെ യൂസേജ് മൂലം സോയിൽ വരെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഗാർബേജ് ഡിസ്പോസലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. അതുപോലെ ടോക്സിക്, അതായത് നമ്മുടെ ഈ ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, ഫുഡ് ചെയിൻ എന്താണ് നമുക്ക് മസ്റ്റ് ആണ്. ഫുഡ് ചെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാസ് ഹോപ്പർ, ഫ്രോക്ക്, സ്നേക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ സോയില് മലിനമായാല് സോയിലിൽ വളരുന്ന ഗ്രാസ് വരെ എന്ത് ചെയ്യാൻ പറ്റും? നശിക്കും. അപ്പൊ ഗ്രാസ് നശിച്ചു പോയാൽ ഈ ഫുഡ് ചെയിൻ വരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ഫുഡ് ചെയിൻ നമുക്ക് എന്തായാലും വേണം. ഫുഡ് ചെയിൻ ഇല്ലാതെ നമ്മളെ അന്തരീക്ഷത്തിൽ ഒന്നും പറ്റത്തില്ല. അപ്പൊ ആ ഒരു സോയിൽ പൊല്യൂഷൻ കാരണം ഗ്രാസിന് വരെ നാശം സംഭവിച്ചാൽ ഫുഡ് ചെയിന് വരെ നാശം സംഭവിക്കാം. അതേപോലെ പൊല്യൂട്ടഡ് സോയിൽ റെഡ്യൂസസ് ഇൻ ഫെർട്ടിലിറ്റി ആൻഡ് അഫക്റ്റ് ഓൺ ദ പ്ലാന്റ് ഗ്രോത്ത്. നേരത്തെ പറഞ്ഞത് തന്നെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്ന മൂലം പ്ലാന്റ് ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. പിന്നെ ഓർഗാനിക് ഫാമിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റും ആണ് നമുക്ക് ഈ സോയിൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന നോയിസ് പൊല്യൂഷൻ ആണ്. സൗണ്ട് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ is harmful, loud and unwanted sound in the environment is caused by loudspeaker, traffic, factories and constructional work. Too much noise can harm our ears and makes us feel uncomfortable. Loud music, honking vehicles, it can affect students' concentration while studying. പല ഉച്ചത്തിലുള്ള സൗണ്ട് നമ്മുടെ കുട്ടികളുടെ പഠനത്തിനും അവരുടെ കോൺസെൻട്രേഷനും ഒക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര ഹോണടി ശബ്ദവും ഫാക്ടറികളിൽ നിന്ന് വരുന്നിട്ടുള്ള അമിതമായിട്ടുള്ള നോയിസും ഒക്കെ പലതരത്തില് മനുഷ്യനും ബേർഡ്സിനും അനിമൽസിനും ഒക്കെ അത് ഹാർംഫുൾ ആണ്. അതുപോലെ തന്നെ മറൈൻ ലൈഫിലും അത് നോയിസ് പൊല്യൂഷൻ അഫക്റ്റ് ചെയ്യും. കാരണം മറൈനിലുള്ള ജീവികൾക്ക്, സമുദ്രജീവികൾക്ക് ദിക്കറിയാനും ദേശാടനം നടത്തുന്നതിനും ഇര പിടിക്കുന്നതിനും ആപത്തുകൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ ഈ നോയിസ് പൊല്യൂഷൻ ഒരു ഹാർംഫുൾ ആണ്. കാരണം ഈ മറൈനില് എന്തൊക്കെയുണ്ട്? ഫാക്ടറി, കപ്പലുകൾ, കടൽ ഫാക്ടറികൾ, സോണാർ സിസ്റ്റം, എണ്ണ ഖനനികളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് വരുന്ന അമിതമായിട്ടുള്ള സൗണ്ട് ഈ മറൈനിൽ താമസിക്കുന്ന ജീവികൾക്ക് ഇത്തരത്തിലുള്ള ഇത് ചെയ്യുവാൻ, അതായത് അവരുടെ ഒരു എന്താണ് കഴിവിനെ അത് ബാധിക്കുന്നുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞു പറയുള്ളൂ. ഞാൻ സബ്മിറ്റ് ചെയ്തോട്ടെ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാട്ടോ. അല്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചാൽ മതി. കാണിക്കാം, പ്രസന്റ് ചെയ്തോ, ടൈമേ അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ടും നോക്കട്ടെ, വരച്ചാണോ? ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കോഡിലേക്കാണ് ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിഗർ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ഈ കമ്പാരിസൺ നോക്കുമ്പോൾ അത്രയും വ്യക്തികൾ തന്നെയാണ് ഏതിൽ ബസ്സിൽ വരുന്നത്. അത്രയും പേര് നോക്കി കാറിൽ വരുമ്പോ എന്തോരം കാറാണ്, എത്ര സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷൻ എന്തോരം കോസ് ചെയ്യും അല്ലെ? ഏറ്റവും നല്ലത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണ്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. മാക്സിമം നമ്മൾ ഓരോരുത്തരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എല്ലാവരും പ്രസന്റ് ചെയ്യാം. അവരവരുടെ ചാർട്ട് വെച്ചിട്ട് അവരുടെ ഏതാണോ ടോപ്പിക് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. താങ്ക് യു ഓൾ.